എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിനുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷും മലയാളവും അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ് അരിത്തമാറ്റിക്കും കൂടി നമുക്ക് 50 മാർക്കുണ്ടല്ലേ ടോട്ടൽ. അതിൽ നിന്ന് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ നമ്മുടെ GK എക്കണോമിക്സ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. എക്കണോമിക്സൊക്കെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, നമുക്കത് 5 മാർക്ക് കിട്ടുകയും ചെയ്യും. ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കത് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് മലയാളമാണ് PYQ നോക്കുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 075/2021 ഡിഗ്രി പ്രിലിം സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്ത് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. എന്താണ് ഐ ടോൾഡ് യു? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എപ്പോഴും PSC ചോദിക്കുന്ന ടൈപ്പാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഐ ടോൾഡ് യു എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഡിഡിൻറ്റ് ഐ ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്, ഡിഡിൻറ്റ് ഐ. എന്തുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് പറയാം, ഇവിടുത്തെ മെയിൻ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ ടോൾഡ് യു ആണ്. ഐ ടോൾഡ് യു എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലേ, ടോൾഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ അത് പോസിറ്റീവുമാണ് അല്ലേ. ഐ ടോൾഡ് യു അത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, അതോടൊപ്പം തന്നെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം ഏതൊക്കെയാണ് ഇവിടെ നെഗറ്റീവ് വരുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലാത്തത്. ഡിഡ് ഐ എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഹാവിൻ്റെ ഐ എന്ന് പറയുന്നത് ശരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് വരുന്നതാണല്ലേ, അപ്പോൾ അതും നമുക്ക് പറ്റില്ല. പിന്നെയുള്ളത് ഏതാണ്? ഡിഡിൻറ്റ് ഐ. അപ്പോൾ ഈ ഡിഡ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റിൻ്റെ ഓക്സിലറി വെർബാണ് ഡിഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിഡിൻറ്റ് ഐ എന്നുള്ളത് വന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ വേറൊരു എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഇവിടെ ഐ ഡിഡിൻറ്റ് ടെൽ യു എന്നായിരുന്നെങ്കിൽ നമുക്ക് ഡിഡ് ഐ ചോദിക്കാം, ഡിഡ് ഐ പറയാം അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൽ ആൻസർ വരുന്നത്, ഡിഡിൻറ്റ് ഐ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Without supervision, children might eat unhealthy food or lead a sedentary lifestyle. Identify the meaning of the underlined word. എന്താണ് സെഡൻറ്ററി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ എന്ന് നോക്കണം ആദ്യം തന്നെ. അപ്പോൾ മീനിങ് നമുക്ക് ആ ഒരു രീതി കിട്ടും. എന്താണ് ഇവിടെ പറയുന്നത്? സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ കുട്ടികൾ എന്താണ് അൺഹെൽത്തി ഫുഡ് ഈറ്റ് ചെയ്യാനും ഒരു സെഡൻറ്ററി ലൈഫും ലീഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അൺഹെൽത്തി ഫുഡും സെഡൻറ്ററി ലൈഫും സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ എന്നുള്ളതാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് എന്താണ് എനർജറ്റിക് ആവാൻ വഴിയില്ല അല്ലേ, എനർജറ്റിക് ആവാൻ വഴിയില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഇൻആക്റ്റീവ് സ്റ്റേഷനറി മൊബൈൽ. സ്റ്റേഷനറി എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ കോണ്ടെക്സ്റ്റിലൊക്കെ സ്റ്റേഷനറി എന്ന് പറയാറില്ല അല്ലേ. കൂടുതലായിട്ടൊരു സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ പേപ്പർ, എൻവലപ്പ് അല്ലേ, അങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ അതും വരില്ല. മൊബൈൽ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുമല്ല. ഇതിൽ ആൻസർ വരുന്നത് ഇൻആക്റ്റീവാണ്. ഏതാണ്? ഇൻആക്റ്റീവ്. ഓക്കെ, ഇപ്പോൾ സെഡൻറ്ററി എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? ഇൻആക്റ്റീവാണ്. ഓക്കെ, സെഡൻറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റിൻ വേർഡായ സിഡർ, അതായത് ഇരിക്കുക എന്നർത്ഥം വരുന്നത്, ടു സിറ്റ്. ഓക്കെ, ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ സെഡൻറ്ററി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇല്ലാത്ത ലൈഫ് സ്റ്റൈലിനെയാണ് ഈ സെഡൻറ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ സെഡൻറ്ററിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഈ എനർജറ്റിക് പറയാം കേട്ടോ. ഇതാണ് എനർജറ്റിക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻആക്റ്റീവാണ് കേട്ടോ ആൻസർ. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. 2 എണ്ണം വീതം തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റായിട്ട് അറിയുന്നവർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം. നോക്കി ഏതാണ് ഇതിൽ വരുന്നത് കറക്റ്റ്? ഓപ്ഷൻ സി, ഓപ്പർച്യൂണിറ്റി. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റിക്ക് 2 P ഉണ്ട്, 1 Tയുമാണുള്ളത്. 2 Pയും 1 Tയുമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് Bയും Dയും കട്ട് ചെയ്ത് കളയാം ആണല്ലോ. പിന്നെ ഓയാണ്. ഓപ്പർ എന്ന് പറയുമ്പോൾ ഓയാണ് വരുന്നത് അല്ലേ. ഇനി
പ്രിവിലേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പ്രിവിലേജ് അല്ലേ? PRIVILEGE ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്തത്, he said his job is to attend to the disease of the eye. Give a one word substitute to the underlined words. എന്താണ് പറയുന്നത്? ഐ ഡിസീസ് അല്ലേ? ഐ ഡിസീസുള്ള ആളെ കാണാൻ പോകുന്നു. അറ്റൻഡ് ടു ദ ഡിസീസ് ഓഫ് ദി ഐ. ആരാണത്? അത് ഒഫ്താൽമോളജിസ്റ്റ് ആണ്. നമുക്കൊക്കെ അറിയാം അല്ലേ? ഒഫ്താൽമോളജിസ്റ്റ് ആണ്, ഒരു മെഡിക്കൽ ഡോക്ടറാണ് അദ്ദേഹം. ഐ വിഷൻ കെയർ അതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി നോക്കി, ഒപ്റ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒപ്റ്റീഷ്യൻ ഡോക്ടറല്ല, ഒരു ടെക്നീഷ്യൻ ആണല്ലേ. ദെൻ അടുത്തത് ഒക്കുൾട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിട്ടൊരു ബന്ധമില്ല, ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് അതിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുന്ന ആളാണ്. ദെൻ ഒബ്സ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. ഇതിൽ വരുന്നത് ഒഫ്താൽമോളജിസ്റ്റ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഐഡമാറ്റിക് എക്സ്പ്രഷൻ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്? അവർ എൻ്റയർ ക്ലാസ് ഈസ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ്. എന്താണ് ഈ ഒരു ഇടിയത്തിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ടു ട്രെമ്പിൾ വിത്ത് ഫിയർ ഓർ നെർവസ്നെസ് എന്നാണ്. ടു ട്രെമ്പിൾ വിത്ത് ഫിയർ ഓർ നെർവസ്നെസ്. ഓക്കെ, അതായത് എക്സ്ട്രീംലി ഫ്രൈറ്റൻ ആയിട്ടുള്ള ഒരാളെ ഡിസ്ക്രൈബ് ക്കുന്നതാണ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ് എന്നാണ് പറയുന്നത്. അവർ എൻ്റയർ ക്ലാസ് ഈസ് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ്. അതായത് എക്സ്ട്രീംലി ഫ്രൈറ്റൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഈ ക്വാക്കിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഷിവറിംഗ് എന്നൊക്കെ പറയില്ല, അങ്ങനെ പറയാം കേട്ടോ. ഷിവറിംഗ് എന്ന് പറയാം, പക്ഷേ ഇവിടെ നോക്കിയേ, ദ ഷിവർ ഇൻ ദ ലെഗ്സ് എന്നല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഐഡിയത്തിൽ ശരിക്കുള്ളത് ഇൻ ദ ബൂട്ട്സ് എന്താണ്? അതായത് ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ, ഫിയറിൻ്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് ദ ട്രംബിൾ വിത്ത് ഫിയർ ഓർ നെർവസ്നെസ് ആണ്. ഓക്കെ, ക്ലാസ്സുകൾ ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഹെൽപ്ഫുള്ളാണോ എന്നുള്ളതൊക്കെ. ഇതും നമുക്ക് ഇംഗ്ലീഷ് മലയാളം സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇക്കണോമിക്സ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കൂടാതെ വേറൊരു സെക്ഷൻ ഉണ്ട്, ഞാൻ പറയാം. 2-3 ദിവസം നോക്കട്ടെ ക്ലാസ് എങ്ങനെയുണ്ട്, എല്ലാവരും അവസാനം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക കേട്ടോ. ക്ലാസ് ഓക്കെയാണ് എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. ദെൻ fill in the blank with the appropriate word. The manager dash to a pay hike next month. എന്താ പറയുന്നത്? fill in the blanks ആണ്. ഏത് വാക്കാണ് ഇവിടെ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, എല്യൂഡ്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം കേട്ടോ. ഞാൻ നേരെ ആൻസറിലേക്ക് പറഞ്ഞിട്ട് റിലേറ്റഡ് ഫാക്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ദ മാനേജർ ഡാഷ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ പേ ഹൈക്ക് നെക്സ്റ്റ് മന്ത്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇവിടെ പ്രിപ്പോസിഷൻ വന്നേക്കുന്ന ഏതാണെന്ന് നോക്കി, ടു ആണ്. ടു. ഈ എല്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്രൊപ്പോസിഷൻ വരുന്നത്, ഫോളോ ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഏതാണ്? ടു ആയിരിക്കും. എല്യൂഡ് ടു. ഓക്കെ, എല്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും കോൾ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുക, അതാണ് അല്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്? ടു എ പേ ഹൈക്ക് നെക്സ്റ്റ് മന്ത് അല്ലേ, അടുത്ത മാസത്തിലേക്ക് ഒരു പേ ഹൈക്ക്. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കി, എല്യൂഡ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ എസ്കേപ്പ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു ഫാൾസ് ആയിട്ടുള്ളൊരു ബിലീഫ് കാര്യങ്ങളൊക്കെയാണ്. കൊളിയൂഡ് എന്ന് വെച്ചാലോ ഒരു എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ചെയ്യുന്ന, സീക്രട്ട്ലി കോർപ്പറേറ്റ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കൊളിയൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, പില്ല് വരുന്നത് എല്യൂഡാണ് കേട്ടോ. ദെൻ ചൂസ് ദ വേർഡ് നിയർലി ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഫാക്റ്റ്. ഫാക്റ്റിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഫിക്ഷൻ അല്ലേ. ഫാക്റ്റിൻ്റെ ആൻറ്റോണിം വരുന്നത് ഫിക്ഷൻ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ലൈ വരില്ല. ലൈ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഫാക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഫിക്ഷനാണ്. ലൈ എന്നുള്ളത് നമുക്കറിയാലോ. ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലേ. ഫിക്ഷൻ എന്ന് പറയുന്നതോ ഇമാജിനറി ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഫാക്റ്റും ഫിക്ഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇമാജിനേഷനും വരില്ല, ലൈയും വരില്ല. ഇനി 78ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ അസർട്ട് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ആക്കാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഡിലീറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ പറഞ്ഞു പോകാം. അടുത്ത ചോദ്യം, fill in the blank with the appropriate word. The brothers together with their sister dash here. എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണല്ലേ. ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ
ഡാഷ് ഹിയർ. ഇവിടെ ഏതാ വരുന്നത്? ഓപ്ഷൻ എ, ആറാണ് വരുന്നത്. എന്തുകൊണ്ടാണ് 6 വരുന്നത്? 6 എന്തുകൊണ്ടാണ് 6 വരുന്നത്? ഇവിടെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ടുഗദർ വിത്ത് അല്ലെങ്കിൽ എലോങ് വിത്ത്, ആസ് വെൽ ആസ്, അങ്ങനെയൊക്കെ വരുമ്പം ഫസ്റ്റ് സബ്ജക്റ്റ് റൂളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് സബ്ജക്റ്റ് റൂൾ, അതായത് ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ട് ഒരു ഫ്രേസ് നമ്മൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ, ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെർബ് എപ്പോഴും എഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് നൗൺ ഏതാണോ ഫസ്റ്റ് നൗൺ അതിനനുസരിച്ചായിരിക്കണം. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് നൗൺ ഏതാണ്? ദ ബ്രദേഴ്സ് എന്നാണ് പറയുന്നത്. ദ ബ്രദേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരലാണ് അല്ലേ? ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദയർ സിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലറാണ്. ദയർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ സിംഗുലറാണ്. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് നൗൺ ബ്രദേഴ്സ് എന്ന് പറയുന്ന പ്ലൂരലാണ്, അതുകൊണ്ട് വെർബ് എങ്ങനെയായിരിക്കണം? പ്ലൂരലായിരിക്കണം. ഏതാണ് ഇവിടെ? 6 വരുന്നത്. ഈസ് വരില്ല. എന്തുകൊണ്ടാണ്? സിംഗുലറാണ്. ദ ബ്രദർ ടുഗദർ വിത്ത് ഹിസ് സിസ്റ്റർ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഈസ് ഹിയർ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വരാം. സബ്ജക്റ്റും സിംഗുലർ ആവുകയാണ്. ദ ബ്രദർ എന്നായിരുന്നെങ്കിൽ നമുക്കവിടെ എന്ത് ഉപയോഗിക്കാം? ഈസ് ഉപയോഗിക്കാം. ആം എന്ന് പറയുന്നതോ ഐയുടെ പ്രോനൗണായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ഐക്ക് മാത്രമുള്ളതാണ്. വാസ് എന്ന് പറയുന്നത് സിംഗുലർ പാസ്റ്റ് ടെൻസിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് 80ാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. മൈ മദർ ഹെൽപ്ഡ് മീ ഡാഷ് മൈ ഹോം വർക്ക്. എന്താണ് ഇവിടെ വരുന്നത്? മീ ഡു മൈ ഹോം വർക്ക്. ഡു ആണ് വരുന്നത്. ഓപ്ഷൻ ഡി, ഡു. എന്തുകൊണ്ടാണ് ഡു വരുന്നത്? ഹെൽപ്പ് എന്ന് പറയുന്നത് ഹെൽപ്പ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്താണ്? ബെയർ ആയിട്ടുള്ള ഇൻഫിനിറ്റീവാണ് ഡു. ഓക്കെ, ടു ഡു എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ എയും അതോടൊപ്പം തന്നെ ഡിയും നമുക്ക് എന്ത് പറയാം? ഏകദേശം ടെക്നിക്കലി കറക്റ്റ് ആണെന്ന് പറയാം. പക്ഷേ ഡു ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡു. അപ്പോൾ മൈ മദർ ഹെൽപ്ഡ് മീ ഡു മൈ ഹോംവർക്ക് എന്നാണ് വരുന്നത്. ഓക്കെ, 81. പിക്ക് ദ ഓപ്ഷൻ ദാറ്റ് ടേൺസ് ദ സെൻറ്റൻസ് പാസീവ് ആക്കുന്നത് ഏതാണ്? സംതിങ് ഡാഷ് ഹാപ്പൻഡ് ഓർ ദേ വുഡ് ബി ഹിയർ ബൈ നൗ. ഏതാ വരുന്നത്? മസ്റ്റ് ഹാവ് ആണ് വരുന്നത്. മസ്റ്റ് ഹാവ്. എന്തുകൊണ്ടാണ് മസ്റ്റ് ഹാവ് വരുന്നത്? സംതിങ് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ് ഓർ ദേ വുഡ് ബി ഹിയർ ബൈ നൗ. മസ്റ്റ് ഹാവിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? മസ്റ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് നോക്കാം. അപ്പോൾ മസ്റ്റ് ബി എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മസ്റ്റ് ഹാവ് ബി എന്ന് പറയുന്നതോ പാസീവ് വോയിസ് ആണ്. പക്ഷെ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? എന്തെങ്കിലും someone did something, ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ അതിവിടെ ഫിറ്റ് ചെയ്യില്ല. ഇവിടെ ഫിറ്റ് ചെയ്യാത്തതാണ്. അപ്പം നോക്കി, സംതിങ് മസ്റ്റ് ഹാവ് ഹാപ്പൺ ഓർ ദേ വുഡ് ബി ഹിയർ ബൈ നൗ. എന്തെങ്കിലും ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരിപ്പോൾ ഇവിടെ ഉണ്ടായേനെ. സംതിങ് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ് എന്നാണ് വരുന്നത്. മസ്റ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അടുത്ത ആർട്ടിക്കിൾ വെച്ച് ഫില്ല് ചെയ്യാനുള്ളതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. മിസ്റ്റർ ബജാജ് വാസ് ഡാഷ് വെരി ഫാസ്റ്റീഡിയസ് പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ സ്മോൾ ഹൗസ് വിത്ത് ഡാഷ് ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഏതാണ് വരുന്നത്? മിസ്റ്റർ ബജാജ് വാസ് എ അല്ലേ? ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത്. എ വെരി ഫസ്റ്റീരിയസ് പേഴ്സൺ ഹു ലീവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇവിടെ 3 ഏതാ വരുന്നത്? എ ആണ് വരുന്നത്. ഒരു പേഴ്സൺ, ഒരു ഹൗസ്, ഒരു ഗാർഡൻ. സിംഗുലർ ആണ് അല്ലേ? സിംഗുലർ ആയിട്ടുള്ള നൗണാണ് ഇവിടെ വരുന്നത്. കൺസണൻറ്റ് സൗണ്ടുമാണ്. ചൂസ് അപ്രോപ്രിയേറ്റ് മോഡൽസ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. Kamala took a long flight from Tanzania. She dash be exhausted after that. I told her you dash rest deep. ഓക്കെ, ഇവിടെ മോഡൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നോക്കാം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമല ടുക്ക് എ ലോങ് ഫ്ലൈറ്റ് ഫ്രം ടാൻസാനിയ. ഷീ മസ്റ്റ് ബി എക്സ്ഹോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. മസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. ഒരു ലോങ് ഫ്ലൈറ്റ് എടുത്തു വരുന്ന ഒരു വ്യക്തി എന്തായാലും സർട്ടൺ ആയിട്ടും ടയേർഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ആയിട്ട് ലോജിക്കലായിട്ടുള്ള ഒരു സർട്ടണിറ്റി പറയാൻ വേണ്ടി നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് മസ്റ്റ്. അതുകൊണ്ടാണ് ഇവിടെ മസ്റ്റ് വന്നത്. ഓക്കെ, കമല ടുക്ക് എ ലോങ് ഫ്ലൈറ്റ് ഫ്രം ടാൻസാനിയ. ഷീ മസ്റ്റ് ബി എക്സ്ഹോസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ്. പിന്നെ എന്ത് സംഭവിച്ചു? ഐ ടോൾഡ് ഹർ യു ഡാഷ് റെസ്റ്റ് ഡിയർ. നമ്മൾ അഡ്വൈസ് കൊടുക്കുകയാണ്, യു ഷുഡ്
റെസ്റ്റ് ഹിയർ, റെസ്റ്റ് ഡിയർ. ഓക്കെ, യു ഷുഡ് ആണ് വരുന്നത്, അതുകൊണ്ട് ഡി വന്നു. നെക്സ്റ്റ് വൺ, കറക്റ്റ് ദ സെൻറ്റൻസ് ഇഫ് ദർ ഈസ് ആൻ ഇറർ ഉണ്ടോ എന്ന് നോക്കുക. യു ക്യാൻ പാസ് ദി എക്സാമിനേഷൻ ഇഫ് യു ആൻസർ ദ ക്വസ്റ്റ്യൻസ് വിത്ത് പ്രിസിഷൻ, ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ക്ലി. എന്താണ് ഇവിടെ തെറ്റ് വരുന്നത്? ഇതാണ് ഇവിടെ തെറ്റ്. വിത്ത് പ്രിസിഷൻ, ഓപ്ഷൻ എ ആണ് വരുന്നത്. പ്രിസൈസ്ലി, ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ക്ലി എന്നാണ് വരേണ്ടിയിരുന്നത് അല്ലേ. പാരലൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ വരുന്നത്. ലാസ്റ്റ് 2 വേർഡ്സിലും അഡ്വേർബ്സ് ആയ LY അല്ലേ, LY ആക്യുറേറ്റ്ലി, ക്വിക്ക്ലി എന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് വേർഡും എങ്ങനെയായിരിക്കണം? നൗൺ ഫ്രേസിന് പകരം, അതായത് പ്രിസിഷൻ എന്നതിന് പകരം പ്രിസൈസ്ലി എന്നായിരിക്കണം. അപ്പോൾ പ്രിസൈസ്ലി, ആക്യുറേറ്റ്ലി, ക്വിക്ക്ലി എന്നതാണ് കറക്റ്റായിട്ടുള്ളത്. ദെൻ കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് സുഹ്റ ലെൻഡ് us her car we dash. ഇത് കണ്ടീഷണൽ അല്ലേ, ഇഫ് കണ്ടീഷനാണ് വന്നിട്ടുള്ളത്. നോക്കി, ഇഫ് സുഹറ ലെൻഡ് us her car we dash. എന്താണ് പറയുന്നത്? വി കുഡ് ഗോ ടു ആലുവ. ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ ഈഫ് പ്ലസ് എന്താ ഇവിടെ വരുന്നത്? ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്, ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നത് എന്തായിരിക്കും? വുഡ് ഓർ കുഡ് പ്ലസ് വെർബാണ് വരേണ്ടത്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് സുഹ്റ ലെൻഡ് us her car we could go to ആലുവ. ഇനി ഓപ്ഷൻ എയും ബിയും ഒക്കെ എന്താണ്? ബാക്കി ഓപ്ഷനിൽ മൈറ്റ് ഹാവ് ഗോൺ ടു ആലുവ, മൈറ്റ് ഓർ കുഡ് ഹാവ് ഗോൺ എന്നുള്ളത് ഹാവ് ഗോൺ വരില്ല അല്ലേ. അപ്പം അത് തെറ്റാണ്, നൺ ഓഫ് ദി ഇല്ല. ഓക്കെ, ദെൻ പിക്ക് എ പ്രപ്പോസിഷൻ നോക്കാം. ഐ ആം അക്കംസ്റ്റഡ് ഡാഷ് വർക്ക്. എപ്പോഴും ചോദിക്കുന്നതാണ്. അക്കംസ്റ്റഡ് ടു ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ സിംഗിൾ ദി ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ്? ഷിപ്പ് റെക്ക്, പ്ലെയിൻ റെക്ക്, കാർ റെക്ക്, ട്രെയിൻ റെക്ക്. നോക്കുമ്പോൾ തന്നെ ഒരു ഇതിൽ നമുക്കറിയാം ഏതാണ്. ഷിപ്പ് റെക്ക്. എന്തുകൊണ്ടാണ്? എല്ലാം ആക്സിഡൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഷിപ്പ്, പ്ലെയിനൊക്കെ. എന്നാലും ഷിപ്പ് റെക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു സിംഗിൾ കോമ്പൗണ്ട് വേർഡാണ് പറയാം. ബാക്കിയൊക്കെ നമ്മൾ 2 വേർഡ്സ് ആയിട്ടല്ലേ ഇതിൽ തന്നെ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ മിഥുൻ ഹാസ് എ ഡാഷ് ഓഫ് ഡോക്ടർ. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ കറക്റ്റ് ഫോമാണ് ഇവിടെ നോക്കേണ്ടത്. മിഥുൻ ഹാസ് എ ഡാഷ് ഓഫ് ഡോക്ടേഴ്സ്. ഏതാണ്? ഡിസ്ട്രസ്റ്റ്, ട്രസ്റ്റ് വർത്തി, മിസ്ട്രസ്റ്റ്ഫുൾ. നമുക്കൊരു നൗൺ ആണ് ഇവിടെ വേണ്ടത്. മിഥുൻ ഹാസ് എ ഡിസ്ട്രക്റ്റ് അല്ലേ, ഡിസ്ട്രക്റ്റ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഡിസ്ട്രസ്റ്റ് ഫങ്ഷൻ, ഡിസ്ട്രക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഡിസ്ട്രക്റ്റ് ഓഫ് ഡോക്ടേഴ്സ്. Then use a phrasal verb ആണ്. He does not dash any misbehavior in his class. He does not dash any misbehavior. ഏതാ വരുന്നത്? put up with എന്ന് വെച്ചാൽ എന്താ? to tolerate അല്ലേ. he does not put up with any misbehavior. ടോളറേറ്റ് ചെയ്യാൻ അവന് പറ്റില്ല മിസ്ബിഹേവിയർ ആണെങ്കിൽ. അപ്പോൾ put up with എന്ന് വെച്ച് കഴിഞ്ഞാലും എപ്പോഴും ചോദിക്കുന്നതാണ് to tolerate എന്നാണ് കേട്ടോ. ടോളറേറ്റ്. ഇനി ഗെറ്റ് അലോങ് വിത്ത് എന്നൊക്കെ പറയുന്നത് എന്നാ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഗെറ്റ് അലോങ് വിത്ത്. ദെൻ ഇംഗ്ലീഷിലെ ലാസ്റ്റ് വണ്ണാണ് മീനിങ് ഓഫ് പ്രൈമ ഫേസി. ഏതാണ്? അറ്റ് ഫസ്റ്റ് വ്യൂ അല്ലേ, ലാറ്റിനായി നമ്മൾ ലീഗൽ ടേം ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഓൺ ദ ഫസ്റ്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വ്യൂ ആണ് വരുന്നത് പ്രൈമ ഫേസി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 20 ചോദ്യം നമ്മൾ പഠിച്ചു. 20 ചോദ്യം അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു പോയ കാര്യങ്ങൾ. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമുക്കൊരു ഇത്ര നടന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ആൻസറിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാട്ടോ. ഈ സെക്ഷൻ തുടർന്ന് പോകണോ, എങ്ങനെയുണ്ട്, ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മലയാളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ശരിയായ രൂപം ഏത്? എപ്പോഴും ചോദിക്കാറുള്ള അല്ലേ, ജീവശവം. ഏതാണ് ഇതിൽ കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ജീവത് പ്ലസ് ശവം, അത് രണ്ടും ചേരുമ്പോഴാണ് ജീവത് പ്ലസ്
ശവത്തിൻ്റെ ഷായ് അത് ചേരുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ബി. ഇത് സന്ധി പ്രകാരമുള്ളതൊക്കെ ജസ്റ്റ് നോക്കാം നമുക്ക്. ഇതിനു മുമ്പ് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വേറൊരു ചാനലുണ്ടല്ലോ, ജനറൽ PSCക്ക്. ഇത് ശരിക്കും ഫോക്കസ് ചെയ്തിരുന്നത് ഞാൻ കൊമേഴ്സ് ബേസ്ഡ് ചാനലായിട്ടാണ്. പക്ഷേ ആദ്യമേ മുതൽ ഇതിലാണ് ക്ലാസ്സുകൾ ഇടുന്നത്. അതുകൊണ്ട് കുറേ പേർക്ക് ഇതേ അറിയുള്ളൂ. പക്ഷേ നമുക്ക് ജനറൽ PSCക്ക് വേണ്ടിയിട്ട് വേറൊരു ചാനലുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനത്തേക്ക് ഇട്ടിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ടുള്ളതൊക്കെ. കുറച്ചായിട്ട് അതിലേക്ക് നോക്കിയിട്ടില്ലെങ്കിലും ഇപ്പോഴായാലും ഈ ജൂനിയർ അക്കൗണ്ടൻറ്റ് ക്ലാസ്സുകളൊക്കെ പ്രൈവറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അധികം യൂട്യൂബിലേക്ക് ക്ലാസ് ഇടാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ മോഡൽ തന്നെ കുറച്ച് MCQ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ചാനലിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചില്ലേ, ആ ഇംഗ്ലീഷിൻ്റെ അതേ മോഡൽ തന്നെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ അത് ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ക്ലാസ് തന്നെയായിട്ടായിരിക്കും കേട്ടോ, യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടോ, എന്താണ് തെറ്റിയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ പഠിക്കുന്നു, അന്നോ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അതൊന്നുകൂടി ചെയ്തു നോക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സഹിതം. സഹിതത്തിൻ്റെ വിപരീത പദം ഏതാ വരുന്നത്? സഹിതം, രഹിതമാണ് അല്ലേ. സഹിതം എന്ന് വെച്ചാൽ എന്നും കൂടെയുള്ളത് അല്ലേ, കൂടെയുള്ളതെന്നാണ് അർത്ഥം. സഹിതം കൂടെയുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ ഇല്ലാത്തത് എന്നുള്ള വരുന്നത് ഏതാണ്? രഹിതം. ഓക്കെ, അഹിതം എന്ന് വെച്ചാൽ എന്താണ്? ഹിതമല്ലാത്തത് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തത്. ഓക്കെ, ഇനി പറയുന്ന ആൾ, ഒറ്റപ്പദം. പറയുന്ന ആളിൻ്റെ ഒറ്റപ്പദം ഏതാണ്? വക്താവ് അല്ലേ, സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വക്താവ്. ഇനി വിവക്ഷിതാവെന്ന് പറയുന്നത് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് വിവക്ഷിതാവ്. വക്താവെന്ന് പറയുന്നത് പറയുന്ന ആളാണ് കേട്ടോ. പിന്നെ പ്രേക്ഷിതൻ എന്ന് വെച്ചാൽ ആരാണ്? മെസ്സഞ്ചർ അല്ലേ, അയക്കപ്പെട്ടവൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രേക്ഷിതൻ. പ്രയോക്താവ്, പ്രയോഗിക്കുന്നവൻ. ഇനി സ്ട്രൈക്ക് ബ്രേക്കർ, സമാനമായ മലയാള ശൈലി ഏതാണ്? സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലിയാണ് കേട്ടോ, കരിങ്കാലി. ഇപ്പോൾ എന്തെങ്കിലും ഒരു പണിമുടക്കൊക്കെ നടക്കുമ്പോൾ അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ അല്ലെങ്കിൽ അതിനെ പങ്കെടുക്കാതെ ജോലി ചെയ്യുന്നവരെ, അതിനെയൊക്കെ നമുക്ക് കരിങ്കാലി, സ്ട്രൈക്ക് ബ്രേക്കർ എന്ന് പറയുന്നത്. കാലുവാരുക എന്ന് പറയുന്നത് എന്താണ്? അത് ചതിക്കുക അല്ലേ, കാലുവാരുക ചതിക്കുകയാണ്. പിന്നെ ഇരട്ടത്താപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടൊക്കെ പറയുന്നവർ. അടിയറ വയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്? കീഴടങ്ങുക. ഓക്കെ, ഇനി ജലത്തിൻ്റെ പര്യായ പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ജലത്തിൻ്റെ പര്യായ പദം? ഓപ്ഷൻ ഡി, അപ്പാണ് വരുന്നത്. അപ്പ്. വെള്ളം. അപ്പെന്ന് വെച്ചാൽ എന്താണ്? വെള്ളം. ഓക്കെ, അപ്പ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കി എന്തൊക്കെയാണ്? നീരജം എന്ന് പറയുന്നത് എന്താണ്? താമരയാണ്. നീരജം, നീരിൽ ജനിക്കുന്നത് താമര. മരന്തം എന്ന് വെച്ചാൽ പൂന്തേനാണ്. ദെൻ അമ്പുതം എന്ന് വെച്ചാൽ എന്താ? മേഘമാണ്, അമ്പുതം. അപ്പം നമുക്ക് സാധാരണ നമ്മൾ പറയാറില്ലേ. ഓക്കെ, ഇവിടെ നോക്കാം. അമ്പു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ജലമാണ്. അമ്പു എന്ന് പറയുമ്പോൾ അത് ജലം അല്ലെങ്കിൽ വെള്ളമാണ്. ഇനി അമ്പുവിൻ്റെ കൂടെ ദമ്മാണ് ചേർക്കുന്നതെങ്കിൽ ജലം നൽകുന്നത് ഏതാണ്? മേഘമാകും. അത് മേഘമാകും, അമ്പുതം. ഇനി അമ്പുജം ആണെങ്കിലോ? അമ്പുജം അത് ജലത്തിൽ ജനിക്കുന്നത് ജം അല്ലേ, അതേതാണ്? അത് താമര. അമ്പൂന്നായിരുന്നെങ്കിൽ അത് ജലമായേനെ. ഓക്കെ, ഇപ്പോൾ ജലത്തിൽ വരുന്നത് ജലം എന്നർത്ഥം വരുന്നതാണ് നീര്, തോയം, സലിലം, അതൊക്കെ ജലമാണ്. പിന്നെ ഈ ജം വരുന്ന അമ്പുജം, നീരജം, വാരിജം, പങ്കജം അതൊക്കെ ജലത്തിൽ ജനിക്കുന്നത്. അപ്പോൾ ഏതാ വരിക? താമര. ഇനി ദം വരുന്നത് അമ്പുദം, നീരദം, വാരിദം അതൊക്കെ ഏതാണ്? തോയദം. അതൊക്കെ മേഘമാണ്, ജലം നൽകുന്നത് എന്നർത്ഥം വരുന്ന മേഘമാണ്. ഇനി ദീ ഉണ്ട്, ദീ, അമ്പുദി, വാരിധി അതേതാണ്? അത് ജലം ധരിക്കുന്നതാണ്. ജലധി, ജലം ധരിക്കുന്നത് അതാരാണ്? കടലാണ്. ഓക്കെ, കടല്. അപ്പം നീര്, തോയം, അമ്പു അതൊക്കെ എന്താണ്? ജലത്തിൻ്റെ പര്യായമാണ്. മരന്തം എന്ന് വെച്ചാൽ എന്തായിരുന്നു? തേനാണ് കേട്ടോ, മരന്തം തേനാണ്. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. കണ്ടു എങ്ങനെ പിരിച്ചെഴുതും? ഓപ്ഷൻ നോക്കാം അല്ലേ. ഓപ്ഷൻ ബി ആണ്, കൺ പ്ലസ് തു ആണ്. കൺ പ്ലസ് തു, ആദേശസന്ധി വരുന്നില്ലേ, കൺ എൻ്റെ കൂടെ തു, അപ്പോൾ അത് കണ്ടുവായി മാറുന്നു.
ഈ 97ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. 98 കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഇത്. കഷ്ടപ്പെടുത്തുക ഏതാണ്? കഷ്ടപ്പെടുത്തുക നക്ഷത്രം എണ്ണിക്കുക അല്ലേ? കഷ്ടപ്പെടുത്തുക, നക്ഷത്രം എണ്ണിക്കുക, ഒരാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക, അതാണ് നക്ഷത്രം എണ്ണിക്കുക എന്ന് പറയുന്നത്. ഇനി ബാക്കി ഓപ്ഷൻ കാട് കയറുക. കാട് കയറുക എന്ന് വെച്ചാൽ എന്താണ്? അനാവശ്യ കാര്യങ്ങൾ പറയുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കാട് കയറുക നമ്മൾ പറയുന്നത് അല്ലേ? ഉമ്മാട്ടി കാട്ടുകയോ വെറുതെ പേടിപ്പിക്കുന്നതാണ് ഉമ്മാട്ടി കാട്ടുക. കണ്ണിൽ മണ്ണിടുക എന്ന് വെച്ചാൽ വഞ്ചിക്കുക. അതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് തന്നെയാണ്. ചിലപ്പോൾ നാളെ ഇതായിരിക്കും ഉള്ളൊരു ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. 99ാമത്തെ എന്താണ്? ചേർത്തെഴുതുകയാണ്. പ്ലസ് കാലം എങ്ങനെ ചേർത്തെഴുതുമ്പോൾ കിട്ടും? അക്കാലം. ഓപ്ഷൻ സി ആണ് വരുന്നത്. ദ്വിത്വസന്ധിയല്ലേ വരുന്നത്? ഇ എ അതിന് ശേഷം ഒരു ഖരാക്ഷരം വന്നാൽ ആ ഖരം എന്ത് ചെയ്യും? ഇരട്ടിക്കും അല്ലേ? അപ്പോൾ പ്ലസ് കാലം വരുമ്പോൾ അക്കാലം എന്ന് വരുന്നു. അക്കാലം. ഇനി 100ാമത്തെ ചോദ്യം തെറ്റായ വാക്യം. ഓക്കെ, തെറ്റായ വാക്യം എപ്പോഴും ചോദിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഡിലീറ്റ് ചെയ്യാത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.